നമസ്കാരം കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് റീഡറിലെ ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്ന യാത്രാവിവരണമാണ്. നമ്മുടെ എഴുത്തുകാരൻ ഒമാനിലെ സന്ദർശനം കഴിഞ്ഞു മടങ്ങുന്ന വഴിയിൽ യാദൃച്ഛികമായി യുഎഇയിൽ 2 ദിവസത്തെ യാത്രയ്ക്കായി കയറിക്കൂടിയതാണ്. വിമാനത്തിൽ നിന്ന് കണ്ട മേഘങ്ങളും അനന്തമായ മരുഭൂമിയും കണ്ണിനു വിരുന്നേകി. അദ്ദേഹത്തിന്റെ യാത്രാനുഭവത്തിലെ പ്രധാന കാഴ്ചകൾ ഇവയാണ്. റാസ് അൽ ഖൈമ മുതൽ അബുദാബി വരെയുള്ള കാർ യാത്ര. ഈ യാത്രയിലെ ശാന്തമായ കടൽത്തീരങ്ങൾ അദ്ദേഹത്തിന് ഒരു സ്വർഗീയ അനുഭൂതി നൽകി. നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ സൈറ്റിലെ ഈ സോളാർ പവർ പ്ലാന്റിന്റെ പ്രവേശന കവാടം കണ്ടെങ്കിലും അകത്തേക്ക് പ്രവേശനം ലഭിക്കാത്തതിനാൽ നെറ്റിലെ ചിത്രങ്ങളിൽ തൃപ്തിപ്പെട്ടു. ബുർജ് ഖലീഫ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ കെട്ടിടം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. വൈകുന്നേരം ബുർ ദുബായിലെ ബോട്ട് യാത്രയും അൽ നഹ്ദയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കുള്ള മെട്രോ യാത്രയും ആകർഷകമായ ഒരനുഭവമായിരുന്നു. ക്രീക്കിലെ മിന്നുന്ന ലൈറ്റുകളും അതിന്റെ പ്രതിഫലനങ്ങളും ഈ ലോകത്തിന്റേതല്ലാത്ത ഒരനുഭൂതി നൽകി. മെട്രോ ട്രെയിനിൽ നിന്ന് പുറത്തുള്ള കാഴ്ചകൾ കാണുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. എന്നാൽ ഒന്നിനും ലൂവർ അബുദാബി മ്യൂസിയത്തിന് തുല്യമായില്ല. അത് എല്ലാ അർത്ഥത്തിലും ഒരു വിസ്മയം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ആകർഷകമായ പുരാവസ്തു അവശിഷ്ടങ്ങൾ, പെയിന്റിങ്ങുകൾ, ശില്പങ്ങൾ, മറ്റു കലാസൃഷ്ടികൾ എന്നിവ ഇതിലുണ്ട്. ഫ്രാൻസിലെ പ്രശസ്തമായ ലൂവർ മ്യൂസിയത്തിന്റെ പേര് ഒരു കരാർ പ്രകാരമാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രദർശനത്തിനായി ലൂവർ മ്യൂസിയത്തിൽ നിന്നും 300-ലധികം കലാസൃഷ്ടികളും ഇത് വാടകയ്ക്കെടുത്തിട്ടുണ്ട്. മ്യൂസിയത്തിൽ ദിവസം മാത്രമേ ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം അതീവ ഖേദിക്കുന്നു. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അവിടെ ചിലവഴിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കാലിക്കറ്റിലേക്കുള്ള വിമാനത്തിൽ കയറുമ്പോൾ ഇത്തരമൊരു സന്ദർശനത്തിനായി എനിക്ക് കൂടുതൽ സമയം ലഭിച്ചിരുന്നെങ്കിൽ എന്നദ്ദേഹം ആഗ്രഹിച്ചു. കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും. അടുത്ത തവണ പക്ഷേ എനിക്ക് വീണ്ടും ഒരവസരം ലഭിച്ചേക്കാം. ആർക്കറിയാം? ഇനി നമുക്ക് ഈ യാത്രാക്കുറിപ്പ് എഴുതിയ എഴുത്തുകാരൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ സവിശേഷതകൾ എന്താണെന്നും നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നോക്കൂ മക്കളെ, ഈ ലേഖനം ഒരു യാത്രാവിവരണമാണെങ്കിലും എഴുത്തുകാരൻ ഒരു സാധാരണ സഞ്ചാരിയല്ല. നമുക്കദ്ദേഹത്തെ ഒരു സൂക്ഷ്മ നിരീക്ഷകനെന്ന് വിളിക്കാം. കാരണം വിമാനത്തിന്റെ ചിറകിന് മുകളിലെ മേഘങ്ങളെക്കുറിച്ചോ തീരത്തെ കടലിന്റെ ശാന്തമായ ഭാവത്തെക്കുറിച്ചോ ഒക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. തിടുക്കത്തിൽ വെറും 2 ദിവസം മാത്രം കിട്ടിയ ഒരു യാത്രയാണ് അദ്ദേഹം ഇത്ര മനോഹരമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഒരു സാധാരണ യാത്രികൻ പോകുന്നതുപോലെ വെറുതെ കാഴ്ചകൾ കാണുകയല്ല അദ്ദേഹം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് ഖലീഫ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ മതിപ്പ് പ്രകടിപ്പിക്കുന്നത് ലൂവർ അബുദാബി മ്യൂസിയത്തിലെ കലാസൃഷ്ടികളോടാണ്. ഒരുപാട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പവർ പ്ലാന്റിനെക്കുറിച്ച് അദ്ദേഹം പഠിക്കുന്നു. ഇതിൽ നിന്ന് നമുക്കെന്തു മനസ്സിലാക്കാം? ഈ എഴുത്തുകാരൻ പുതിയ അറിവുകളെയും കലയെയും ചരിത്രത്തെയും ആധുനിക സാങ്കേതികവിദ്യയെയും ഒരുപോലെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. 2 ദിവസം മതിയാകില്ല, 2 ആഴ്ചയെങ്കിലും വേണമായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ യാത്രകളെ എത്രമാത്രം ആത്മാർത്ഥമായി അദ്ദേഹം സ്നേഹിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് മക്കളെ, നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഈ എഴുത്തുകാരനെപ്പോലെ നല്ല നിരീക്ഷകരാവാൻ ശ്രമിക്കണം. ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.